കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 10, 11 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ച് കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തവനായതുകൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരിടയനുമാകും. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല. ഞാനത് സ്വമനസ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം യേശു നല്ല ഇടയനാണ് എന്ന് സ്വയം വെളിപ്പെടുത്തുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. ഇവിടെ ചില കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. നല്ല ഇടയൻ്റെ പ്രതീകം കൊണ്ടുവരുന്നതിന് കാരണം ആ കാലഘട്ടത്തിൻ്റെ അവസ്ഥകൾ നമുക്കറിയാം. ഒത്തിരി ഇടയന്മാരുണ്ടായിരുന്നു, ഒത്തിരി ആട്ടിടയന്മാരുണ്ടായിരുന്ന സമയമാണ്. അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ ജനത്തിന് മനസ്സിലാകുന്ന രീതിയിലാണ് ഈശോ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് ഉപമകളിലൂടെ. ഈശോ നല്ല ഇടയനാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ തന്നെ ചില വളരെ കൃത്യമായ കാര്യങ്ങൾ ഈശോ അതിനകത്ത് പറയുന്നുണ്ട്. നല്ല ഇടയൻ്റെ ക്വാളിറ്റി എന്തൊക്കെയാണെന്ന്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈശോ പറയുന്നത് നല്ല ഇടയൻ തൻ്റെ ആടുകളെ അറിയുന്നു. എല്ലാത്തിനും ഇങ്ങനെ പേര് ചൊല്ലിയൊക്കെ ആയിരിക്കും വിളിക്കുന്ന ഇടയൻ. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമാണ് ആടുകൾ ഇടയനെയും അറിയുന്നു. ഇവിടെ ഈശോ നല്ല ഇടയനാണെന്നും ഈശോ നമ്മളെ അറിയുന്നുവെന്നും നമുക്കറിയാം. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും ഇത്ര കൃത്യമായി അറിയുന്ന മറ്റൊരു നല്ല ഇടയനില്ല. നമ്മൾ നമ്മുടെ തലത്തിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വചനത്തിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നൊരു വിഷയമാണ് എൻ്റെ ജീവിതം, ഞാൻ കടന്നു പോകുന്ന അവസ്ഥകൾ, എൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് എൻ്റെ മനസ്സിൽ ഒരു ചിന്ത രൂപപ്പെടുന്നതിന് മുമ്പ് അത് അവൻ അറിയുന്നു. 139 സങ്കീർത്തനം പറയുന്ന പോലെ ഇരിക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതും എഴുന്നേൽക്കുന്നതും അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പേ എന്നെ അറിയുന്ന ഒരു ദൈവം. അപ്പോൾ നല്ല ഇടയൻ്റെ പ്രതീകം വളരെ മനോഹരമാണ്. നമ്മെ ദൈവം അതുപോലെ അറിയുന്നുണ്ട്. പക്ഷേ ഇവിടെ അവസാനിക്കുന്നില്ല. തിരിച്ചു ചോദിക്കണം. കാരണം ഇവിടെ വചനം പറയുന്നത് ആടുകൾ ഇടയനെയും അറിയുന്നു. നമുക്ക് ഈ ദൈവത്തെ ഇതുപോലെ അറിയാവുന്നുള്ളതാണ് പ്രശ്നം കിടക്കുന്നത്. എന്നെ അറിയുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ സംരക്ഷിക്കുന്ന, എന്നെ പരിപാലിക്കുന്ന, എന്നെ രക്ഷിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ അറിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ദൈവത്തിന് നമ്മളെ അറിയാമെന്നും ദൈവം നമ്മെ പരിപാലിക്കും. നല്ല ഇടയൻ്റെ ഉപമയിലൂടെ ഈശോ പറഞ്ഞാൽ ഞാൻ എൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്നു. ആടുകൾക്ക് വേണ്ടി കാൽവരി കുരിശിൽ ജീവൻ നൽകി, നമുക്ക് വേണ്ടി തൻ്റെ അവസാനത്തുള്ളി രക്തവും നൽകി നമ്മെ സ്നേഹിച്ച, നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മെ അറിയുന്ന ഈശോയെ നമുക്കറിയാവോ എന്നുള്ളതാണ് ചോദ്യം.
ഈ ചോദ്യത്തിനാണ് നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ തിരുനാളിൽ ഉത്തരം കൊടുക്കേണ്ടത്. നല്ല ഇടയൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത് നല്ല ഇടയനെ നമുക്കറിയാമെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മെ ഈശോയ്ക്ക് അറിയാമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. പക്ഷെ ഈ നല്ല ഇടയൻ്റെ സ്നേഹവും അവൻ്റെ പരിപാലനയും അവൻ്റെ കരുതലും അവൻ്റെ സംരക്ഷണത്തിൻ്റെ കരവും നമ്മൾ എത്ര കണ്ട് അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ചോദ്യം. അതുകൊണ്ടാണ് സങ്കീർത്തനം 23-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് തന്നെ ദൈവം നല്ല ഇടയൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനമാണ്. അതിനത് പറയുന്നത് തന്നെ അവൻ നല്ല ഇടയനാവുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകില്ലെന്നാണ് പറയുന്നത്. യേശുവിനെ നല്ല ഇടയനായി സ്വീകരിച്ച ഒരു ദൈവ പൈതലിന് ചങ്കുറ്റത്തോടെ പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല, എൻ്റെ ദൈവം എന്നെ പരിപാലിക്കും, പച്ചയായ പുൽത്തകിടിയിലേക്ക് അവിടെ തന്നെ നടത്തും, ജലാശയത്തിലേക്ക് കൈപിടിച്ച് നടത്തും. ഇത് പറയാനുള്ളൊരു ധൈര്യം നമുക്ക് കിട്ടണമെങ്കിൽ യേശുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ നല്ല ഇടയനായിട്ട് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ എനിക്ക് പറ്റണം. അപ്പോഴാണ് എന്നെ ദൈവം കാണുന്നുണ്ടെന്നും എന്നെ ദൈവം അറിയുന്നുണ്ടെന്നും എന്നെ ദൈവം പരിപാലിക്കുമെന്നും എന്നെ കൈപിടിച്ച് നടത്തുമെന്നും. എന്നിട്ട് സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കുന്ന മനോഹരമായൊരു വാക്യമുണ്ട്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും എന്നെ എൻ്റെ കർത്താവ് താങ്ങിക്കൊള്ളുന്ന. ഒരു ദൈവവൈതൽ മരണത്തിൻ്റെ താഴ്വരയിലൂടെ അല്ലെങ്കിൽ മരണതുല്യമായ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ കർത്താവ് നല്ല ഇടയനായ എൻ്റെ ഈശോ എന്നെ താങ്ങുമെന്ന് വിശ്വസിക്കണമെങ്കിൽ യേശു നല്ല ഇടയനാണെന്ന് ഞാൻ ഹൃദയം കൊണ്ട് ഉറപ്പിക്കണം, വിശ്വസിക്കണം. ഈ നല്ല ഇടയനെ ഞാൻ അറിയേണ്ടതുണ്ട്. അപ്പോൾ നല്ല ഇടയൻ്റെ ക്വാളിറ്റീസ് നമ്മൾ കേട്ടുപോയാൽ പോരാ, ഈ നല്ല ഇടയൻ. അതുകൊണ്ടാണ് മനോഹരമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ എനിക്ക് ഉള്ളവയെ അറിയുന്നത് പോലെ എനിക്കുള്ളവ എന്നെയും അറിയുന്നു. യേശുവിനെ അറിയാമെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സ്വഭാവം, യേശു എന്തിന് ഈ ലോകത്തിലേക്ക് വന്നു, യേശു എന്തിന് കാൽവരിയിൽ ബലിയായി, അവൻ എന്തിന് മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ചു, അവൻ കാൽവരി ബലിയിലൂടെ പൂർത്തീകരിച്ച രക്ഷാകര സത്യങ്ങൾ എൻ്റെ വീണ്ടെടുപ്പിനും എൻ്റെ വിശുദ്ധീകരണത്തിനും എൻ്റെ രക്ഷയ്ക്കും വേണ്ടി അവൻ കാൽവരിയിൽ പൂർത്തിയാക്കിയ സനാതന നിത്യ സത്യങ്ങളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവാണ് യേശുവിനെ നല്ല ഇടയനായിട്ട് ഒരു ദൈവവേദത്തിൽ അംഗീകരിക്കുമ്പോൾ അനുഭവിക്കുന്നത്, മനസ്സിലാക്കുന്നതും. ഏറ്റവും പരമോന്നതമായ സത്യത്തിൻ്റെ ഒരു മെഡിറ്റേഷനാണ്, ഒരു ധ്യാനമാണ് യേശു നല്ല ഇടയനാണ് എന്ന് യേശു പറയുമ്പോൾ, തൻ്റെ ആടുകളെ ഞാൻ അറിയുന്നു എന്ന് യേശു പറയുമ്പോൾ, എന്നിട്ട് എനിക്കുള്ളവ എന്നെയും അറിയുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മൾ ആകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ നിരന്തരമായ അനുഭവങ്ങളിൽ പഴി പറഞ്ഞും പരാതി പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇന്ന് വരെ യേശുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ നല്ല ഇടയനായി ഞാൻ അംഗീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഏറ്റെടുക്കുകയോ ഏറ്റുപറയുകയോ ചെയ്തിട്ടില്ലെന്നുള്ളതാണ്. യേശു നല്ല ഇടയനാണെന്നും യേശു സ്നേഹിക്കുന്നവനാണെന്നും അവൻ കരുണ കാണിക്കുന്നവനാണെന്നും സംരക്ഷിക്കുന്നവനാണെന്നും മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ആ സ്നേഹത്തിനോടുള്ള പ്രത്യുത്തരമാണ്, അല്ലെങ്കിൽ അവൻ നല്ല ഇടയനാണെന്ന് അറിയുന്നൊരാടായിട്ട് മാറുക എന്നുള്ളതാണ്. സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ നിന്നും നമ്മൾ ആദ്യ വായനയിലേക്ക് കടന്നു പോകുന്നത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടാണ് ഇന്നത്തെ വായനകൾ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ കാണുകയാണ് മനോഹരമായിട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പത്രോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതൊരു തൊട്ടുമുമ്പുള്ള സംഭവം എന്താ വെച്ചാൽ, ആദ്യ വായനയിൽ പത്രോസ്ലീഹ സുന്ദര കവാടത്തിലിരുന്ന ജന്മനാ മുടന്തനായി ഒരുവനെ കണ്ടു. അവനെന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് കൈ കാണിച്ചു. പത്രോസ് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ സ്വർണമില്ല, വെള്ളിയില്ല, പക്ഷെ നിന്നെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു നാമമുണ്ട്. നിന്നെ ഈ രോഗത്തിൽ നിന്നും ഈ തളർച്ചയിൽ നിന്നും നിന്റെ ഈ ജന്മനാ ഉള്ള മുടന്തിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു നാമം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ ആ നാമത്തെ ഞാൻ അറിയുന്നു എന്നാ പത്രോസ് പറയുന്നത്. യേശു എന്നെ അറിഞ്ഞതുപോലെ ഞാൻ അവനെ അറിഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ പത്രോസ് പറയാണ്, ഒരു നാമം ഞങ്ങളുടെ കയ്യിലുണ്ട്, ആ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു, എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അതോടുകൂടി ജന്മനാ മുടന്തനായി ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നവർ എഴുന്നേറ്റ് നടന്നു. ഇത് വലിയ കോളിളക്കം ഉണ്ടാക്കി. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ വല്ലാത്ത അസ്വസ്ഥതകളുണ്ടായി. കാരണം എന്താ, വർഷങ്ങളായി 40-ലേറെ വർഷങ്ങളായിട്ട് മുടന്തനായിരുന്ന ഒരുവൻ, സുന്ദര കവാടത്തിലിരുന്നവൻ, ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നവൻ, അവൻ സൗഖ്യം പ്രാപിച്ച് നടക്കുന്ന കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞർക്കും ഒക്കെ വല്ലാത്ത അസ്വസ്ഥതയായി.
വല്ലാതെ പ്രശ്നമായി. അപ്പം ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. നാട്ടുകാർ ചർച്ച ചെയ്യാൻ തുടങ്ങി, വീട്ടുകാർ ചർച്ച ചെയ്യാൻ തുടങ്ങി, സമൂഹം ചർച്ച ചെയ്യാൻ തുടങ്ങി. ഈ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ പത്രോസിനെ പിടിച്ചു, സംഘത്തിൻ്റെ മുമ്പിൽ നിർത്തി. എന്നിട്ട് ഇനി ഈ നാമത്തിൽ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞു. ഇതെങ്ങനെ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ പത്രോസ് പറയുന്നൊരു കാര്യമാണ്, ആത്മാവിൽ പത്രോസ്ലിഹ നിറഞ്ഞിട്ട് പത്രോസ്ലിഹ പറഞ്ഞു, മറ്റാരിലും രക്ഷയില്ല, മറ്റാരിലും രക്ഷയില്ല. ഈ ലോകത്ത് രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരൊറ്റ നാമമേ ഉള്ളൂ, യേശു എന്ന നാമം. ഈ സത്യം ഒരാത്മാവിന് ഹൃദയത്തിൽ കിട്ടിയാൽ മറ്റാരിലും രക്ഷയില്ല എന്നും സ്വർഗത്തിൽ നിന്നും നൽകപ്പെട്ട ഒരൊറ്റ നാമമേ ഉള്ളൂ, അവൻ യേശു എന്ന് വിളിക്കപ്പെടണം. സ്വർഗം നൽകിയ നാമമാണ്. അപ്പോൾ ഈ നാമത്തിലാണ് രക്ഷ എന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്താൽ റോമ 10:9 പറയുന്ന പോലെ ഒരുവൻ രക്ഷ പ്രാപിക്കും. എൻ്റെ രക്ഷയുടെ അടിസ്ഥാനം യേശുക്രിസ്തുവാണെന്നും അവനിലൂടെയാണെന്നും അവൻ്റെ നാമത്തിൽ എനിക്ക് രക്ഷയുണ്ട് എന്ന് ഒരു ദൈവ പൈതൽ പൂർണ്ണമായും വെള്ളം ചേർക്കാതെ വിശ്വസിക്കുന്നിടത്താണ് അവൻ്റെ മേൽ സൗഖ്യവും വിടുതലും രക്ഷയും കടന്നു വരുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട്, വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഏറ്റവും കൂടുതൽ നമ്മൾ വെള്ളം ചേർക്കുന്ന ഈ നിത്യസത്യത്തെയാണ് തകർത്ത് കളയുന്നത്. കുഴപ്പമൊന്നുമില്ലെന്നേ, എല്ലായിടത്തും രക്ഷയുണ്ട്, എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, എല്ലാം രക്ഷയാണല്ലോ. അല്ല, സ്വർഗത്തിൽ നിന്നും നൽകപ്പെട്ട രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമമാണ് യേശു എന്ന നാമം. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഈ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഈ നാമത്തിൽ ഞങ്ങൾ അവനോട് കൽപ്പിച്ചു എഴുന്നേൽക്കാൻ. അവൻ എഴുന്നേറ്റു. അപ്പോൾ പത്രോസ് പറയും, ഈ ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായും യേശുക്രിസ്തുവിൽ മാത്രമാണ് രക്ഷയെന്ന് വിശ്വസിക്കാൻ തക്ക വിധത്തിൽ ആത്മാവ് പത്രോസിനെ രൂപപ്പെടുത്തി. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയുമ്പോൾ നമ്മൾ ആദ്യം പ്രഘോഷിക്കുന്ന സത്യം എന്താണെന്നറിയാവോ? യേശുക്രിസ്തുവിൽ മാത്രമാണ് രക്ഷ. എന്നെ രക്ഷിക്കാൻ, എന്നെ പാപത്തിൽ നിന്നും വീണ്ടെടുത്ത് എൻ്റെ ആത്മരക്ഷ ഉറപ്പിക്കാൻ സ്വർഗം നൽകിയ ഏക നാമം യേശു എന്ന നാമമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ് യഥാർത്ഥ സുവിശേഷം. ഇത് പറയാൻ മടിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. യേശുവാണ് ഏക സത്യദൈവമെന്നും യേശു മാത്രമാണ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ രക്തം ചിന്തി പരിഹാരം ചെയ്തതെന്നും അവൻ മാത്രമാണ് എൻ്റെ രക്ഷയെന്നും ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കുമെന്നുള്ള ഈ സത്യം പ്രഘോഷിക്കാൻ എപ്പോഴൊക്കെ സഭ മടിച്ചിട്ടുണ്ടോ അന്ന് സഭയ്ക്ക് അസ്വസ്ഥതകളുണ്ടായിട്ടുണ്ട്. എന്നൊക്കെ ഒരു ദൈവ പൈതൽ ഈ സത്യം പൂർണ്ണമായി അംഗീകരിച്ച് ഏറ്റുപറയാൻ തയ്യാറാകാതിരുന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ലോകം അനുവദിക്കുന്ന അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും പാപത്തിൻ്റെയും അസ്വസ്ഥതകളുടെയും തകർച്ചകളുടെയും നിരാശയുടെയും ആകുലതകളുടെയും ഒക്കെ അനുഭവങ്ങളിൽ താണുപോകുന്ന സാഹചര്യം ഉണ്ടാവും. അവിടെയാണ് സങ്കീർത്തകൻ പറഞ്ഞത്, ഈ മരണത്തിൻ്റെ, ലോകത്തിൻ്റെ സംസ്കാരമായ മരണ സംസ്കാരത്തിൻ്റെ പിടിയിൽപ്പെട്ട് താണുപോകുമ്പോഴും എൻ്റെ കർത്താവ് രക്ഷിക്കുന്ന അവൻ്റെ കരം എൻ്റെ കൂടെയുണ്ട്, അവൻ എന്നെ രക്ഷിക്കുമെന്ന്. ഈ സത്യത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ സുവിശേഷവും ഇന്നത്തെ വായനകളൊക്കെ നമ്മളെ കൈപിടിച്ചെന്ന് ഒരൊറ്റ സത്യത്തിലേക്ക് യേശുവിൽ മാത്രമാണ് രക്ഷ. ആത്മരക്ഷ യേശുക്രിസ്തുവിൽ മാത്രമാണ്. ഒരുവൻ്റെ ആത്മാവിൻ്റെ രക്ഷ എന്ന് പറയുന്നത് അത് യേശുക്രിസ്തുവിൽ മാത്രമാണ്. ഈ സത്യമാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസും അപ്പസ്തോലന്മാരും പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞ 2000-ലധികം വർഷമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെട്ട് ഓരോ ജീവിതവും ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം രക്ഷയുടെ അനുഭവത്തിലേക്ക് ഉയർത്തപ്പെട്ടു. പിന്നെ അവൻ അനുഭവിക്കുന്നതെന്നറിയാമോ? കരുതുന്നൊരു ദൈവത്തെ, എന്നെ അറിയുന്നൊരു ദൈവത്തെ, എന്നെ പരിപാലിക്കുന്നൊരു ദൈവത്തെ, എന്നെ രക്ഷിക്കുന്ന, എന്നിട്ട് നല്ല ഇടയനാണ് എൻ്റെ ഈശോ എന്ന് അറിയുക. എന്നിട്ട് സ്വജീവൻ എനിക്ക് വേണ്ടി കാൽവരിയിൽ ഹോമിച്ചു. അതുകൊണ്ടാണല്ലോ സുവിശേഷത്തിൽ പറഞ്ഞില്ലേ, നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നു. പറയുക മാത്രമല്ല, കാൽവരിയിൽ സ്വന്തം ജീവൻ ബലിയായി നൽകിക്കൊണ്ട് ഞാൻ നല്ല ഇടയനാണെന്ന് പ്രവൃത്തികളിലൂടെ ഈശോ വെളിപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് നല്ല ഇടയൻ്റെ ഈ ഉപമ ഈശോ നമ്മളോട് സംസാരിക്കുമ്പോൾ ഈശോ നമ്മളെ അറിഞ്ഞു, നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ മനസ്സിലാക്കി, നമ്മെ പരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നു എന്ന തിരിച്ചറിവ്, എന്ന ബോധ്യം നമുക്ക് എത്രമാത്രം ആഴത്തിൽ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് ആഴത്തിൽ പതിയുന്നതിനനുസരിച്ച് നമ്മൾ കരുത്തുള്ളവരാകും, ബലമുള്ളവരാകും, ധൈര്യമുള്ളവരാകും,
മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടക്കാനുള്ള കരുത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് തരും. ഈ അഭിഷേകത്തിന് വേണ്ടി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.